മൈക്ക് അങ്ങോട്ട് കൊടുത്ത ആരാ? അത് ജോസഫ് പാസ്റ്ററുടെ മോളാകാനാ സാധ്യത. അത് അസൂക്ഷാവ് തന്നെ. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ, നഫ്താലി പോർക്കള മേടുകളിൽ തന്നെ. ഇനി വേറൊരു സഹോദരി, ഇതുവരെയും ഈ സഭയിൽ വാക്യം വായിക്കാത്ത ഒരു സഹോദരി, 78-ാം സങ്കീർത്തനം 9-ാം വാക്യം വായിക്കണം. സങ്കീർത്തനം 78-9. മേഴ്സിമാമ വാക്യം വല്ലതും വായിച്ചിട്ടുണ്ടോ ഈ സഭ തുടങ്ങിയ പിന്നെ? അങ്ങോട്ട് കൊടുക്കുമോനെ, ഇങ്ങോട്ടൊരു മൈക്ക് കൊടുക്കും. അവിടെ ആരാ? മോടയെ കൊടുക്ക്. കായംകുളത്ത്. ആയുധം ധരിച്ച വില്ലാളികൾ, ആയുധം ധരിച്ച വില്ലാളികളായ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല പകലിനായി സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. പുത്രനെ മഹത്വപ്പെടുത്തണം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ സാധാരണ പ്രസംഗിക്കാൻ നേരത്ത് വാക്യങ്ങൾ വീണ്ടും വായിപ്പിക്കുക പതിവ. അതുകൊണ്ട് ഈ സഭയിൽ ഇതുവരെയും സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് വാക്യം വായിക്കാത്തവരുണ്ട്. അവർ രണ്ടുപേര് ഈ പറഞ്ഞ വാക്യം ക്രമത്തിൽ ജിനുവാദ്യം വായിച്ചേ. 78-ാം സങ്കീർത്തനം 9-ാം വാക്യം. 78-ാം സങ്കീർത്തനം 9-ാം വാക്യം ജിനു വായിച്ചാട്ടെ. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ഷാൻ വായിച്ചാട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിച്ചാട്ടെ. കണ്ടോ? സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കള മേടുകളിൽ തന്നെ രാജാക്കന്മാർ വന്നു പൊരുതി. അത് പൊരുതിയ കാര്യം നമുക്ക് പിന്നെ. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കള മേടുകളിൽ തന്നെ. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അലങ്കാരമില്ല, സ്ഥാനമാന ചോപമില്ല, ധരമെടും അലങ്കാരമില്ല, സ്ഥാനമാന ചോപമില്ല, പരനോട്ട് എതിർപ്പേണ്ടമില്ല, പരിഭവിക്കില്ലോ ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത് സഭയ്ക്കരുളിയ ഭാഗ്യമിത്, സഭയ്ക്കരുളിയ ഭാഗ്യമിത്,
ഓടുമ്പോൾ വന്നിടും ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. ഭാഗ്യമിത് ആ പരമൻ സഭക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പരമൻ സഭക്കരുളിയ ഭാഗ്യമിത്. ഓ ഭാഗ്യമിത് പ്രാണസഖേ സഖേ ഭാഗ്യമിത്. ഓ ഭാഗ്യമിത് സഖേ ഭാഗ്യമിത്. ഭാഗ്യമിത് പരമൻ സഭക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് സഭക്കരുളിയ ഭാഗ്യമിത്. ഓ ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. ഓ ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. വളരെ പരിചിതമായ രണ്ട് വാക്യശകലമാണ് അല്പസമയത്തെ തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഈ വാക്യത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആഴ്ചകളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് സമയം ലഭിക്കുന്നതിനനുസരിച്ചായിരിക്കും മുൻപോട്ടുള്ള വചന ശുശ്രൂഷ. അതുകൊണ്ട് ഇത് തൊടുകൈക്ക് വായിച്ചിട്ടിരിക്കുക. രണ്ട് വാക്യമാണ് വായിച്ചത്. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യവും 78-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യവും. ന്യായാധിപന്മാർ 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ വായിച്ചത് സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. എന്നാൽ 78-ാം സങ്കീർത്തനത്തിൽ വായിച്ചത് ആയുധം ധരിച്ച വില്ലാളികളാകിയ എബ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ദൈവത്തിന്റെ മഹത്വം. അത് ഇങ്ങനെ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. രണ്ട് ഗോത്രത്തെ എടുത്ത് പരാമർശിക്കുക. ഒന്ന് നഫ്താലി. നഫ്താലിയെ പറ്റി വായിക്കുന്നത് പോർക്കളമേടുകളിൽ തന്നെ. സ്തോത്രം. യുദ്ധക്കളത്തിൽ തന്നെ നിൽക്കുക. എന്നാൽ എബ്രയീമിനെ പറ്റി പഠിക്കുന്നത് പിന്തിരിഞ്ഞു പോയെന്ന്. യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. അപ്പൊ ഇങ്ങനെ ചിന്തിക്കണം. ഒരു ഗോത്രം യുദ്ധക്കളത്തിൽ ധീരതയോടെ നിന്നു, വേറൊരു ഗോത്രം പുറകോട്ട് പോയി. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരുവൻ യുദ്ധം ചെയ്യാൻ സന്നദ്ധനായിട്ട് നിൽക്കുക, എന്ത് പ്രശ്നം വന്നാലും. എന്നാൽ ഒരുവൻ പ്രശ്നം വന്നപ്പം പുറകോട്ട് പോയി. പൗലോസ് പറഞ്ഞ വാക്യം നിങ്ങൾക്കെല്ലാം മനപ്പാഠം വന്നാമോ? നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. പിൻപിലുള്ളതിനെ ഞാൻ മറന്നോ, മുൻപിലുള്ളതിനായി കൊണ്ട് ലാക്കിലേക്കോടിടുന്നു. പിൻപിലുള്ളതിനെ മറന്നോ, മുൻപിൽ ലാക്കിലേക്കോടിടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ഗോത്രം യുദ്ധ ദിവസത്തിൽ പിന്മാറി. എന്നാൽ വേറൊരു ഗോത്രം പോർക്കളമേടുകൾ തന്നെ നിൽക്കുക. രണ്ടും ഒരു കുടുംബത്തിൽപ്പെട്ടതാ, രണ്ടും ഒരപ്പന്റെ മക്കളാ. എന്റെ ഭാഷ പറഞ്ഞ രണ്ടും ഒരു സഭയെപ്പെട്ടതാ, ഒരു സഭയല്ല. രണ്ടുപേരും 9 ആകുമ്പോൾ ഇവിടെ വരുന്നുമുണ്ട്. രണ്ടുപേരും തിരുമേശ എടുക്കുന്നുമുണ്ട്. മുഴുത്ത പീസാന്ന് ഏതായാലും വെറുതെ നിൽക്കുകയെന്ന പണ്ടൊരു അമ്മയ്ക്ക് കൊടുത്തപ്പോൾ മൊത്തം അങ്ങ് കുടിച്ചു.
എന്നാലും ഉപദേശം വെച്ച് മുഴുവൻ കുടിച്ചോ എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്താ ഇത്ര ഒന്നും കുടിച്ചാ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ തരാൻ പറഞ്ഞു. അപ്പൊ രണ്ടും ഒരു സഭയെ കൂടുന്നതാ, ഒരു കുടുംബത്തിൽപ്പെട്ടതാ. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരപ്പന്റെ മക്കളാ. പക്ഷെ ഒരുത്തൻ പിന്മാറി, ഒരുത്തൻ താണ്ടുകടത്തോടെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ എല്ലാരും പെന്തിക്കോസിലാന്നേലും പ്രമാണത്തിൽ നിൽക്കുന്നത് കുറച്ചേ ഉള്ളൂ. ഒരു വീട്ടിൽ 4-5 പേര് കാണുക, എല്ലാവരും ഓടെ പറയുമ്പോൾ എല്ലാവരും പെന്തിക്കോസാ. നിങ്ങളെല്ലാവരും പെന്തിക്കോസിലാന്ന്. പിന്നെ ഞങ്ങളെല്ലാവരും പഴയ ഈ ഹെബ്രോൻ സഭയുടെ സ്റ്റാർട്ടിങ് മുതൽ ഞങ്ങൾ നല്ല കാര്യം. പക്ഷേ ധീരതയോടെ നിൽക്കുന്ന എത്ര എണ്ണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. തീഷ്ണതയോടെ നിൽക്കുന്നത് എത്ര പേരുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവം അനുവദിക്കുന്ന പക്ഷം ഈ വാക്യത്തോടുള്ള ബന്ധത്തിലായിരിക്കും എനിക്ക് സമയം ലഭിക്കുന്നതിനനുസരിച്ച് നമ്മളെ ശുശ്രൂഷ ചെയ്യുന്നത്, വചന ശുശ്രൂഷ. നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ എബ്രയീം യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു. ദൈവത്തിന് മഹത്വം. ഈ 78-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിൽ ആയുധം ധരിച്ച വില്ലാളികളായി എബ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞെന്ന്. ഈ വേദപുസ്തകം പഠിച്ചാൽ നമുക്കറിയാം ഇസ്രായേൽ ജനതകളെ പറ്റിയ പഴയനിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന മുഴുവൻ. പണ്ടൊരാൾ പറഞ്ഞെന്ന് പോലും, എടാ നമ്മുടെ കാര്യമൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല, ഇസ്രായേലിന്റെ കാര്യമാണ്ട് നമുക്ക് അങ്ങ് മാറുന്നതായിരിക്കും. ഇത് മുഴുവൻ നമ്മുടെ കാര്യമാണ്. അത് ആത്മക്കണ്ണ് തെളിഞ്ഞെങ്കിലേ മനസ്സിലാകൂ. സ്തോത്രം. ദൈവകൃപയോടെ, ഭക്തിയോടെ, പ്രാർത്ഥനയോടെ, ആത്മതപനത്തോടെ ഇത് വായിക്കുമ്പോൾ ഓരോ വാക്യവും നിന്നോടാണ് ഇടപെടുന്നത്. സ്തോത്രം. അങ്ങേര് പറഞ്ഞ് നമ്മുടെ ആരുടെയും കാര്യം ഇല്ല. ചിന്നയുടെയും കുഞ്ഞേലിയുടെയും കാര്യമൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ചാച്ചിയുടെയും ചാച്ചിമ്മയുടെയും ഒന്നും കാര്യം നമ്മുടെ കാര്യമായി പറഞ്ഞേക്കുന്നത്. നമുക്ക് വേണ്ടി അവിടുന്ന് സ്വർഗം വിട്ടിറങ്ങി വന്നേ, നമുക്ക് വേണ്ടി അവിടുന്ന് രക്തം ചിന്തിയത്, എൻ്റെയും നിങ്ങളുടെയും പാപം പരിഹരിക്കാനാ അവിടുന്ന് സ്വർഗ മഹിമ വിടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്നത്. അപ്പോൾ ഇസ്രായേൽ ചരിത്രം ആരംഭിക്കുകയാണ്. പഴയ നിയമം പഠിക്കുമ്പോൾ അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നാ ഈ ജാതി, ഈ ജനത, ഈ വംശം, ഈ സമൂഹം ഉടലെടുക്കുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിന്റെ വിളിയെ പറ്റി പരാമർശിക്കുന്ന ഒരു പദം, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്നാണ്. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. ഏകൻ. നിങ്ങൾക്ക് ആ വാക്യം അറിയോ? ഒന്ന് വായിച്ചോ. ഞാൻ മിക്കപ്പോഴും പറയുന്നതാ, നിങ്ങളും പഠിച്ചിട്ടുള്ളതാ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് വായിച്ചോ. സന്ദർഭം വന്നതുകൊണ്ട്. യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം സഹോദരന്മാരിൽ ഒരാൾ വായിക്കണം. ഇതുവരെയും വായിക്കാത്ത സാവിച്ചാൻ്റെലോട്ട് മൈക്ക് കൊടുത്തേ മോനെ, ഒന്ന് വായിച്ചേ. 51-2 വായിര്. നിങ്ങളുടെ പിതാവായ അബ്രഹാമെങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. അടുത്ത വാക്യം. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. സ്തോത്രം. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. അപ്പൊ അബ്രഹാമിന്റെ വിളിയെ പരാമർശിക്കുന്ന പദം ഞാൻ അവനെ ഏകനായിട്ട്. ജോയിച്ചാന്റെ ബൈബിൾ എന്ത് ചെയ്യേ? എവിടെയും യാത്ര പോയിച്ചു വന്നതാണോ? ബൈബിൾ ഇല്ലേ? ആരാധനയ്ക്ക് ഇങ്ങോട്ട് തന്നെ വന്നതല്ലേ? അടുത്ത ആഴ്ച വേദപുസ്തകമായിട്ട് വന്നോണം. വേദപുസ്തകം ഇല്ല, ഞാൻ കണ്ണാടിയിലേലും ബൈബിൾ കൈയിരിക്കട്ടെ. സ്തോത്രം. എന്നാ നമുക്ക് വലിയ ബുദ്ധിയും ബോധവും ഇല്ലേലും തല നമ്മുടെ മേളിലുണ്ടല്ലോ. അപ്പം ഇരിക്കട്ടെ. അപ്പം ഈ ആഴ്ച ഞാൻ വായിപ്പിക്കുന്നില്ല, അടുത്ത ആഴ്ച കണ്ണാടി ഞാൻ മേടിച്ചു തരാം. സ്തോത്രം. വായിച്ചേ 51-2. നിങ്ങളുടെ പിതാവായ അബ്രഹാം. കുഴപ്പമില്ല, വായിച്ചോ, ഞാൻ അടുത്തുണ്ട്. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കുവിൻ.
ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. മതി. അടുത്ത ആഴ്ച വരാതിരിക്കരുത്. വേറെ പുസ്തകം വായിച്ച് ബലപ്പെട്ടോണം. എല്ലാവരും വേറെ പുസ്തകം വായിച്ച് തിട്ടമായിരിക്കണം. സ്തോത്രം. നിങ്ങളുടെ പിതാവാകുന്ന അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കണം. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്ന അബ്രഹാമിന്റെ വിളിയെ പരാമർശിക്കുന്ന വാക്യം ഉൽപ്പത്തി 12:1 വായിച്ച്. നമ്മുടെ തങ്കച്ചായന്റെ മകനാ വായിച്ച്. ഉൽപ്പത്തി 12 എടുത്ത് പേടിക്കൊന്നും വേണ്ട, ഞാൻ അടുത്ത് നിൽപ്പുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. ഇത് വായിപ്പിച്ചെന്നോർത്ത് അടുത്താഴ്ച വരാതൊന്നും ഇരിക്കരുത്. സ്തോത്രം. യഹോവ അബ്രഹാമിനോട് നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. താങ്ക് യു. അപ്പോൾ അബ്രഹാമിനെ പരാമർശിക്കുന്ന വിളിയെ പരാമർശിക്കുന്ന വാക്യമാണ്. ദൈവത്തിന് മഹത്വം. ഇവിടെ യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കണ്ടത് 1-2 വാക്യത്തിൽ നിങ്ങളുടെ പിതാവാകുന്ന അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കണം. ഈ ദൈവമക്കൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന നല്ലതാ. പിന്നിട്ട വഴികളെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നേ നല്ലതാ. നിന്റെ കൂടെ യാത്ര ചെയ്ത പലരും 2 കൊല്ലത്തിനകം കടന്നുപോയി. സ്തോത്രം. നിങ്ങളുടെ ബന്ധുജനമായ പലരും കടന്നുപോയി. നിന്റെ കൂടെ കോവിഡ് വന്നയാള് ലോകം വിട്ട് കടന്നുപോയി. കോവിഡ് വരാഞ്ഞിട്ടല്ല, ശ്വാസം മുട്ടാഞ്ഞിട്ടല്ല. സ്തോത്രം. ദൈവം ആയുസോടെ തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കൂടെ ട്യൂമർ ഉണ്ടായ പലരും ലോകം വിട്ട് കടന്നുപോയി. ദൈവം നിങ്ങൾക്ക് ആയുസ് തന്നിരിക്കുക. ക്യാൻസർ വന്ന് അനേകർ കടന്നുപോയി. നമുക്ക് ദുഃഖമുണ്ട്. പക്ഷേ ദൈവം നിനക്ക് ആയുസ് തന്നിരിക്കുക. പണവും പ്രതാപമുള്ള പലരും കടന്നുപോയി. പണവും പ്രതാപവും അധികമില്ലാത്ത നമ്മളെയും എന്നെയും നിങ്ങളെയും ദൈവം ഇവിടെ ശേഷിപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. സ്തോത്രം. പുറകോട്ടൊന്ന് നോക്കുന്ന നല്ലതാ. സ്തോത്രം. ദൈവമക്കൾ പുറകോട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം. തന്നെ ഇരിക്കുമ്പോൾ ഈ കുരുക്കും കുഞ്ഞായ്മയും ചിന്തിക്കാതെ ഇങ്ങനെയുള്ള കാര്യം ചിന്തിക്കണം. ഞാൻ ഒരു ജോഡി ഡ്രസ്സ് പോലും ഇല്ലാതെ വളരെ ഭാരപ്പെട്ടതാ. ഇപ്പം എനിക്ക് എത്ര ജോഡി ഉണ്ടെന്ന് എനിക്ക് തന്നെ വലിയ തിട്ടം ഇല്ല. പിന്നെ ഞാനത് കഴുകുകയും വൃത്തിയാക്കുകയൊന്നുമില്ല. എല്ലാം കൂറ കുത്തി അവിടെ കിടക്കുക. ഇനിയും അവധി കിട്ടുന്ന ദിവസം വേണം തുണിയെല്ലാം കൂടെ ഒന്ന് മിണ്ടുന്നില്ലല്ലോ ആരും. സ്തോത്രം. ഇന്ന് നോക്കിയപ്പോൾ അന്ന് എല്ലാം ചവിണ്ട് കിടക്കുക. പിന്നെ കിട്ടിയ തുറണം എടുത്ത് മിണ്ടുന്നില്ലല്ലോ ആരും. പണ്ട് ഒരു ജോഡിയേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അന്ന് അത് കഴുകി വൃത്തിയാക്കും. ഞങ്ങൾ ഇന്നലെയും പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ ഈ എൻ്റെ കൊച്ചിലെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഇപ്പം ഈ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നവരോട് പറഞ്ഞാൽ അവർക്ക് ചിലപ്പം പെട്ടെന്നത് 10-40 വർഷമായവർക്ക് ആ രീതി, ഞാനിവിടെ ഉള്ള നാട്ടിലെ രീതി പറയാം. എങ്കിലും അവരിവിടെ നിന്ന് പോയവരാണ്ട് അവർക്കറിയാം. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഒരു ഹാങ്കർ ഇല്ല ഷർട്ട് തൂക്കിയിടാൻ. ഇല്ല, ഹാങ്കർ ഇല്ല. ചോദിച്ചാൽ എൻ്റെ കുഞ്ഞുനാൾ ഹാങ്കർ ഉണ്ടായിരുന്നു. ഷർട്ടില്ലായിരുന്നല്ലോ, പിന്നല്ലേ ഹാങ്കർ. സ്തോത്രം. നല്ലൊരു ഷർട്ട് പോലും നമുക്ക് ഇല്ലായിരുന്നു. ഹാങ്കറൊന്നും കണ്ടിട്ടില്ല. സ്തോത്രം. സ്തോത്രം. ഇപ്പം തരാതരത്തിന് ഹാങ്കർ ഇഷ്ടം പോലെ ഷർട്ട്, അതിലെങ്ങനെ കാറ്റത്ത് കിടന്ന് ആടുക. എന്നിട്ടും പറഞ്ഞ് എനിക്കൊന്നും ഇല്ലെന്നാ. അന്ന് ഒരു ജോഡിയേ ഉള്ളായിരുന്നു. പക്ഷെ ഒറ്റ യോഗം മുടക്കിയിട്ടില്ല. ഇന്ന് നിനക്ക് 9 ജോഡിയായി. നീ പലപ്പോഴും യോഗം മുടക്കുക. അപ്പോൾ പുറകോട്ട് എല്ലാം ഒന്ന് ചിന്തിക്കുന്നതല്ല. സഹോദരിമാരും ചിന്തിച്ചിട്ടില്ലേ, നല്ലൊരു വെള്ളസാരി ഉണ്ടായിരുന്നേ ഉടുത്തുകൊണ്ട് മാസയോഗത്തിന്. ഇപ്പം എത്ര വെള്ളസാരി ഉണ്ട്? വെള്ളസാരി ഉണ്ടെങ്കിലും ഉടുക്കുകയല്ലോ. സ്തോത്രം. പുറകോട്ടുള്ള വഴികളൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാറുണ്ട്, ഈ പെന്തിക്കോസ്ത് വന്നതാണ് നമ്മുടെ ഭാഗ്യം. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന പറയുന്നെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ചെറിയ അനുഭവത്തിൽ പറയുക, ഈ മാർഗത്തിൽ വന്നതാ ഭാഗ്യം.
ഞാൻ അതെനിക്ക് പറയുന്നതിന് ലജ്ജയൊന്നുമില്ല. നല്ല ആൾക്കാരുമായിട്ട് ഇടപെടാൻ പഠിച്ചത് ഈ പെന്തിക്കോസ് വന്നേ പിന്നെ. അന്തസ്സുള്ള മാന്യരായ നല്ല മനുഷ്യരുമായിട്ട് ഇടപെട്ടത് പെന്തിക്കോസ് വന്നേ പിന്നെ. അതെ. അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളുടെ അവിടുത്തെ ഒരു പെന്തിക്കോസുണ്ട് ഇതുപോലെ വെറിയ. ഞാൻ അവൻ്റെ കാര്യമല്ല പറഞ്ഞത്, മര്യാദക്ക് ജീവിക്കുന്നവർ ഇതിനകത്തുണ്ട്. നീ എന്നതെല്ലാം കുഴ തെറ്റിയതിനെടുക്കല, അതിന് ഞാൻ ഉത്തരവാദിയല്ല. അന്തസ്സായിട്ട് മാന്യമായിട്ട് ഭക്തിയോടെ വിശുദ്ധിയോടെ പരമാർത്ഥതയോടെ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്ന ധാരാളം പെന്തിക്കോസുകാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാ നല്ല ആൾക്കാരുമായിട്ട് ഇടപെടാൻ പഠിച്ചത് പെന്തിക്കോസ് വന്നേ പിന്നെ. നല്ല വസ്ത്രം ധരിക്കുന്നത് പെന്തിക്കോസ് വന്നേ പിന്നെ. നിങ്ങളങ്ങനെ ഉൾക്കൊള്ളുന്ന തരത്തില്ല. നല്ല ഭക്ഷണവും കഴിച്ചത് പെന്തിക്കോസ് വന്നേ പിന്നെ. അതെ, അന്തസ്സായിട്ട് ജീവിക്കാൻ പഠിച്ചതും പഠിപ്പിച്ചതും ഈ മാർഗത്തിൽ പെന്തിക്കോസ് വന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല ഇതിനകത്ത് വന്നത് അബദ്ധം. ചോദിച്ചാൽ തോന്നിയിട്ടുണ്ടോ? സ്തോത്രം. എനിക്ക് തോന്നിയിട്ടില്ല. തോന്നിയിട്ടുണ്ടോ? സ്തോത്രം. എനിക്ക് രവിചാന് തോന്നിയിട്ടുണ്ടോ പെന്തിക്കോസ് വന്നത്? തോന്നുകയില്ല. അതാ നല്ലത്. സണ്ണിക്ക് തന്നെ അവർ ആരതാ അനുഗ്രഹം. അങ്ങനെ പറ. മുല്ല പോകുമ്പൊടി ഏറ്റ് കിടക്കും. ഈ മാർഗത്ത് വന്നതാണ് അതിൻ്റെ ഭാഗ്യം. അബദ്ധം വല്ലതും തോന്നിയിട്ടുണ്ടോ? ഇത് വലിയ അക്കടിയാ. എനിക്ക് ഈ മാന്യ സഹോദരിയെ ബഹുമാനിക്കുന്നു. സ്തോത്രം. ആരും പറഞ്ഞിട്ടല്ല. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇവിടെ വെള്ളവസ്ത്രം ധരിച്ച ആരാധനയ്ക്ക് വരുന്നെന്ന്. അവിടെ ആരും പറഞ്ഞില്ല. വളരെ പ്രതികൂലത്തിൽ കൂടെ പോകുന്നെങ്കിലും ദൈവം സഹായിക്കട്ടെ. ദൈവം ആയുസ്സും ആരോഗ്യം തരട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിഥികളായിട്ടും ആദ്യമായിട്ട് വരുന്നവരുണ്ട്, അവരുടെ കാര്യമല്ല ഈ പറയുന്നത്. റെഗുലറായിട്ട് ഇവിടെ സംബന്ധിക്കുന്നവരുടെ കാര്യം. ഈ കൃപയിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏകരായിട്ടിരിക്കുമ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ പിന്നിട്ട വഴികൾ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാമരർ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാമരർ, ഒപ്പമിരുത്തിയതെന്നയ അത്ഭുതം പരാ അരകൊപ്പമിരുത്തിയ അത്ഭുതം പരാ മനുവേല ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. നീ കൃപകാട്ടി നായക ജീവദായക, നീ കൃപകാട്ടി നായക ജീവദായക, മനുവേല അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. ഒച്ചക്കടയൊക്കെ പറയരുതോ ഇതിനകത്ത് വന്നതാടാ ഇത്തറോ കുഴപ്പടി. അങ്ങനെയുള്ളവർ ഉച്ച കഴിഞ്ഞ് മുന്നോട്ട് വേണം തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് വിട്ടേക്കാം. അടുത്ത ആഴ്ച ഇവിടെ വന്നിരിക്കരുത്. സ്തോത്രം. യോശുവായോടും കാലേബിനോടും ആശേറിനോടും യോഹാനാനോടും എല്ലാം പറഞ്ഞു കൊടുക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് വരാൻ താമസിച്ചാൽ ഞങ്ങൾ വല്ലതും അതിന് മുമ്പേ പോകുകയാണെങ്കിൽ ഈ പുസ്തകം എടുത്തുകൊണ്ട് നിങ്ങൾ നിൽക്കണം. ഇനി വന്നേ, ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് വാ, ഇവിടെ കയറി വാ, ഇവിടെ കയറി വാ. സ്തോത്രം. സ്തോത്രം. ഞാൻ എങ്ങാനും ചത്തുപോയാൽ ഈ പുസ്തകമായിട്ട് നടന്നോണം. ഓടി പ്രസംഗിക്കാനൊന്നും ഒത്തില്ലെങ്കിൽ ഇതുമായിട്ട് നെടുക അങ്ങ് നടക്കണം.
ഇന്നലെ മേടിച്ചു കൊടുത്തതാ ഈ ജിബ്ബ. ഇത് പെന്തിക്കോസി വന്നത് കൊണ്ട് കിട്ടിയതാ. ഇത് പെന്തിക്കോസി വന്നത് കൊണ്ട് ജീസസ് ഇത് പെന്തിക്കോസ് ആയത് കൊണ്ട് കിട്ടിയതാ. ഇത് ദൈവം അനുഗ്രഹിക്കട്ടെ. പോയിരിക്കും. കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ ഈ മാർഗത്തിൽ വന്നതാണ് നിന്റെ ഭാഗ്യം. ജീസസ് ഈ കൃപയിൽ വന്നതാണ് നിന്റെ ഭാഗ്യം. ഹല്ലേലൂയ. ഈ യേശുവിനെ അറിഞ്ഞതാണ് നിന്റെ ഭാഗ്യം. നീ രക്ഷയിൽ വന്നതാണ് നിന്റെ ഭാഗ്യം. നീ രക്ഷിക്കപ്പെട്ടതാണ് നിന്റെ ഭാഗ്യം. നീ ദൈവവൈതലായതാണ് നിന്റെ ഭാഗ്യം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അടതുരാ ജഗതുരി ഭവചദാല അടവനെ വൈശേ രഗദേ റിബഡബലബല. ദൈവകൃപ. ശബരവനബര ധുരബലബട അനയാ മനയാ ധനയാ റിഗദല ബിരിബിഗബരബട. ചരാദര. ഓ കൃപ 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 കൃപ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആ പാട്ടിന്റെ പേര് ചേർന്ന് പാട്. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. ഓ നീ കൃപ കാട്ടി നായക ജീവദായക. ഓ നീ കൃപ കാട്ടി നായക ജീവദായക. മനുവേല വന്ദനം മണ്ണിലേഖന മനുജാതിയായി വന്ദനം ഉന്നതായി വാ. മനുവേല വന്ദനം. കുപ്പയിൽ നിന്നുയർത്തി നീ ശ്രേഷ്ഠനാമനെ. കുപ്പയിൽ നിന്നുയർത്തി നീ ശ്രേഷ്ഠനാമനെ. ഓ ഒപ്പമിരുത്തിയതെന്നയെ അത്ഭുതം വരാ. അനക്കൊപ്പമിരുത്തിയതെന്നയെ അത്ഭുതം വരാ. മനുവേല വന്ദനം മണ്ണിലേഖന. മനുജാതിക മനുവേല വന്ദനം. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. ഈ ഉപകാരം ചെയ്യുവാൻ. ഓ നീ കൃപ കാട്ടി നായക ജീവദായക. ഓ നീ കൃപ കാട്ടി ഉടമാല ഭൈരവാല വീരവാല ബാലവാല. ഓ അനുരേ വീരവാല ബാലവാല വീരവാല വീരവാല. ഉടവേ റിഗലേ റിഗലേ വീരവേ റിഗലേ റിഗലേ. ഉടവാല വീരവാല വീരവാല. ഈ സി 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 ഏ സി 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 ഈ ദാ സി സേ ഈ ബാ സി സി. ഉടവേ റിഗലേ റിഗലേ വീര വീര വീരവാല ബാലവാല. ഈ സി 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 ഈ ദാ സി സേ ഈ ബാല 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 വീരവാല. ഉടവാല വീരവാല വീരവാല. ഉടവാല വീര വീര വീരവാല. ഉടവാല വീരവാല വീരവാല. ഉടയാ രഗദേ റിഗദേ റിഗദ അടവന വീരവാല വൈരവാല. അർത്ഥ കെട്ടി വേലി കെട്ടി വേലി കെട്ടി വീരവാല. ഉടവാല ബല ബല ഉടവാല ബല ബല വീരവാല. ഉടവേ റിബദേ വീരവാല ബല ബല. സി 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 ഈ ദാ സി സേ ഈ ദാ ഈ ഈ. ഉടവേ റിബദേ ഉടവാല വീരവാല. ഈ ദാ സി കെ ഈ ദാ സി സി ഈ ദാ സി സി ഈ ദാ ഈ ദാ. ഉടവേ വീരവാല വീരവാല. ഉടവേ സി സി ഈ ദാ സി സേ ഈ ദാ സി സി ഈ ദാ സി വേ. ഉടവാല വീരവാല. ഉടവാല റിഗലേ നിവി കമി പ്രഭു. വീരവാല ബല 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 ബല. അംദൽ വിരി യേശുവിന്റെ
Ura